ബഹിരാകാശത്തെ പറ്റി മനുഷ്യൻ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നൂറ്റാണ്ടുകളായി. നമ്മുടെ പൂർവികർ നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങൾ മനസ്സിലാക്കി കാലാവസ്ഥയെ വരെ പ്രവചിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. സൂര്യന്റെ നിഴൽ നോക്കി സമയവും അവർ കണക്കാക്കിയിരുന്നു. ആധുനിക കാലത്തെ മനുഷ്യർ ബഹിരാകാശത്തെ മനസ്സിലാക്കാനായി ഒരുപാട് പേടകങ്ങൾ അയച്ചു. എന്തിനു പറയുന്നു, മനുഷ്യൻ നേരിട്ട് പോയി പഠിക്കുക വരെ ചെയ്തു. ആൽബർട്ട് ഐൻസ്റ്റീന്റെ റിലേറ്റിവിറ്റി തിയറിയും ബഹിരാകാശവും തമ്മിൽ നല്ല രീതിയിൽ ബന്ധമുണ്ട്. ഈ ഒരു തിയറി വെറും ഒരു തിയറി മാത്രമാണ്, പ്രാക്ടിക്കലായി സാധ്യമല്ലാത്ത കാര്യമാണ്. എന്നാൽ ഐൻസ്റ്റീന്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറി ഉപയോഗിച്ച് അദ്ദേഹം പ്രവചിച്ച ഒരു കാര്യം ശരിയായിരിക്കുകയാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഐൻസ്റ്റീൻ റിങ്ങിനെ പറ്റിയാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറി ഉപയോഗിച്ച് അദ്ദേഹം തന്നെ പ്രവചിച്ച ഒരു ബഹിരാകാശ പ്രതിഭാസമാണ് ഐൻസ്റ്റീൻ റിംഗ്. എന്തുകൊണ്ടാണ് ഈ പ്രതിഭാസം ഉണ്ടാകുന്നത്? ഒരു വിദൂര ഗാലക്സിയിൽ നിന്നുള്ള പ്രകാശം അടുത്തുള്ള ഗാലക്സിയുടെ ഗ്രാവിറ്റി കാരണം ബെൻഡ് ആവുന്നു. തുടക്കത്തിൽ ഇത് എല്ലാവരും കരുതിയിരുന്നത് ഒരു ഗാലക്സി ആണെന്നാണ്. 1936 ഐൻസ്റ്റീൻ ഇത് പ്രവചിക്കുന്നത്. ഇത് ഗാലക്സികളിൽ മാത്രമല്ല, ബ്ലാക്ക് ഹോളുകളിലും സംഭവിക്കുന്നു. യൂക്ലിഡ് എന്ന സ്പേസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് പുതിയ ഐൻസ്റ്റീൻ റിംഗ് കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഐൻസ്റ്റീൻ റിംഗിന്റെ ഇത്രയും ക്ലാരിറ്റിയുള്ള ഒരു ഫോട്ടോ കിട്ടുന്നത്. ഇതൊരു മഹത്തായ നേട്ടം തന്നെയാണ്. കാരണം ഇതുപയോഗിച്ച് വിദൂര ഗാലക്സികളെ പറ്റിയും ഡാർക്ക് മാറ്ററെ പറ്റിയും പ്രപഞ്ചത്തിന്റെ വികാസത്തെ പറ്റിയും പഠിക്കാൻ സാധിക്കും. NGC 6505 എന്ന എലിപ്റ്റിക്കൽ ഗാലക്സിയിലാണ് ഈ ഐൻസ്റ്റീൻ റിംഗ് കണ്ടെത്തിയിരിക്കുന്നത്. ഭൂമിയിൽ നിന്നും 600 ദശലക്ഷം ലൈറ്റ് ഇയർ അകലെയാണ് ഇതുള്ളത്. ഈ ഗാലക്സിയിൽ നിന്നും ഏകദേശം 6 ബില്യൺ ലൈറ്റ് ഇയർ അകലെയുള്ള മറ്റൊരു ഗാലക്സിയുടെ പ്രകാശത്തെയാണ് ഇത് ബെൻഡ് ചെയ്തിരിക്കുന്നത്. ഐൻസ്റ്റീൻ റിംഗ് ഉപയോഗിച്ച് ഗാലക്സിയുടെ മാസ് അളക്കാൻ സാധിക്കും. ആ ഗാലക്സിയുടെ ബെൻഡും അതിലെ നക്ഷത്രങ്ങളുടെ സ്പീഡും ഉപയോഗിച്ച് ഇത് സാധ്യമാണ്. ജനറൽ റിലേറ്റിവിറ്റി തിയറി അനുസരിച്ച് സ്പീഡും മാസും പൊരുത്തപ്പെട്ട് വരണമല്ലോ. അതായത് ഒരു വസ്തു ലൈറ്റ് ഇയറിൽ എത്തുമ്പോൾ അത് നോക്കുന്നയാൾക്ക് അതിന് മാസ് കൂടുന്നതായി തോന്നും. E=mc² എന്ന ഇക്വേഷൻ അനുസരിച്ച് മാസും എനർജിയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ മാസിന്റെ ഈ വർധനവ് നമുക്ക് ലൈറ്റ് സ്പീഡിന്റെ അടുത്തെത്തിയാൽ മാത്രമേ അതിന് പ്രാധാന്യമുള്ളൂ. നമ്മുടെ സാധാരണ സ്പീഡിൽ ഇത് അറിയാൻ പറ്റില്ല. കലയെയും ശാസ്ത്രത്തെയും കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ ഐൻസ്റ്റീൻ റിംഗ്. കാരണം ഐൻസ്റ്റീന്റെ റിലേറ്റിവിറ്റി തിയറി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്, അതായത് കലയാണ്. വിശാലമായി കിടക്കുന്ന ബഹിരാകാശത്തും വിവിധ തരത്തിലുള്ള വർണ്ണനകളും സൗന്ദര്യപരമായ പ്രതിഭാസങ്ങളും ഉണ്ടെന്ന് ഈ ഐൻസ്റ്റീൻ റിംഗ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവിടെ ഇനിയും കാണും ഇതുപോലുള്ള പ്രതിഭാസങ്ങൾ. അവ കണ്ടെത്താൻ നമ്മൾ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കമന്റിൽ അറിയിക്കുക.